PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ 44 നദികളും അവ ഒഴുകുന്ന ജില്ലകളും ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളുമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നദി പെരിയാർ. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഉത്ഭവം ശിവഗിരി മല. ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് നീളം. ആനമലയിൽ, തമിഴ്നാട് ആനമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. മൂന്നാമത്തേത് പമ്പാ നദി. 176 കിലോമീറ്ററാണ് നീളം. പുളച്ചിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവസ്ഥാനം. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് പമ്പാ നദി. ചാലിയാർ നദി 169 കിലോമീറ്ററാണ് നീളം. ഇലുമ്പശ്ശേരി മലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ നദി ഒഴുകുന്നത്. അഞ്ചാമത്തത് ചാലക്കുടി പുഴ. 145.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആനമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നീ ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ. കടലുണ്ടിപ്പുഴ. കടലുണ്ടിപ്പുഴ 130 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ചേരക്കൊമ്പൻ മലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. അച്ചൻകോവിലാറ് 128 കിലോമീറ്ററാണ് നീളം. പശിക്കിടമേട് എന്ന സ്ഥലത്താണ് ഉത്ഭവം. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. കല്ലടയാറ് 121 കിലോമീറ്ററാണ് ദൂരം. കരിമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്നു. മൂവാറ്റുപുഴയാറ് 121 കിലോമീറ്ററാണ് ദൂരം. തരംഗം കാനംകുന്നാണ് ഉത്ഭവസ്ഥാനം. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. പത്താമത്തത് വളപട്ടണം പുഴ. 110 കിലോമീറ്ററാണ് നീളം. ബ്രഹ്മഗിരി മലനിരകൾ. കർണാടകത്തിലുള്ള ബ്രഹ്മഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ എന്ന ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്ററാണ് നീളം. പട്ടിക്കാട്ട് മലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. മണിമലയാറ് 90 കിലോമീറ്ററാണ് നീളം. തട്ടുമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. വാമനപുരം പുഴ 88 കിലോമീറ്റർ ദൂരം നീളമാണുള്ളത്. ചെമ്മുഞ്ചിമൊട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഉത്ഭവസ്ഥാനം. തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് വാമനപുരം പുഴ. കുപ്പം പുഴ 88 കിലോമീറ്ററാണ് നീളം. പാടിനെൽക്കാട് മല ആണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 15ാമത്തെ നദി മീനച്ചിലാറ്. 78 കിലോമീറ്റർ നീളമാണുള്ളത്. അരയ്ക്കുന്നമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉത്ഭവസ്ഥാനം. കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലയിലൂടെ ഒഴുകുന്നു. കുറ്റ്യാടിപ്പുഴയാണ് 16ാമത്തേത്. 74 കിലോമീറ്റർ നീളമാണുള്ളത്. നരിക്കോട്ടയാണ് ഉത്ഭവസ്ഥാനം. വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. കരമനയാറ് 68 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചെമ്പുഞ്ചിമൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു. 18ാമത്തേത് ഷിറിയപ്പുഴ. 68 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ആനക്കുന്നി വനമാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 19ാമത്തേത് കാര്യങ്കോട് പുഴ. കാര്യങ്കോട് പുഴ 64 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കൂർഗ് മലനിരകൾ. കർണാടകത്തിലുള്ള കൂർഗ് മലനിരകളാണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. 20ാമത്തേത് ഇത്തിക്കരയാറ്. 56 കിലോമീറ്ററാണ് ഇത്തിക്കരയാറിൻ്റെ നീളം. മടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്നു. 21ാമത്തെ നദി നെയ്യാറാണ്. 56 കിലോമീറ്ററാണ് നെയ്യാറിൻ്റെ നീളം. അഗസ്ത്യമലയാണ് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു. 22 മയ്യഴിപ്പുഴ. 54 കിലോമീറ്ററാണ് നീളം. വയനാട് ചുരമാണ് ഉത്ഭവസ്ഥാനം. വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. 23ാമത്തേത് പയ്യന്നൂർ പുഴ. 51 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. പേക്കുന്ന് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 24ാമത്തേത് ഉപ്പളപ്പുഴ. 50 കിലോമീറ്റർ നീളമാണ് ഇതിൻ്റെ നീളം. വീരക്കമ്പ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 25 കരുവന്നൂർ പുഴ. 48 കിലോമീറ്ററാണ് കരുവന്നൂർ പുഴയുടെ നീളം. പൂമലയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 26 കീച്ചേരിപ്പുഴ. 51 കിലോമീറ്ററാണ് നീളം. മച്ചാട്ടുമലയാണ് ഉത്ഭവസ്ഥാനം. തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 27ാമത്തേത് അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴ 48 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കണ്ണോത്ത് വനമാണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 28ാമത്തേത് തിരൂർ പുഴ. 48 കിലോമീറ്ററാണ് നീളം.
ആദവനാടാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നു. 29ാമത്തേത് നീലേശ്വരം പുഴ. 46 കിലോമീറ്ററാണ് നീലേശ്വരം പുഴയുടെ നീളം. കിനാനൂർ കുന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 30ാമത്തേത് പള്ളിക്കൽ പുഴ. 42 കിലോമീറ്ററാണ് പള്ളിക്കൽ പുഴയുടെ നീളം. കൊടുമൺ കുട്ടിവനമാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു. 31ാമത്തേത് കോരപ്പുഴ. 40 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അരിക്കൻ കുന്നാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നു. 32 മൂഗ്രാൽ പുഴ. മൂഗ്രാൽ പുഴ 34 കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത്. കാണന്നൂർ കുന്നാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 33 കവ്വായി പുഴ. 31 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചീമേനി കുന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 34ാമത്തേത് പുഴയ്ക്കൽ പുഴ. 29 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. മച്ചാട്ട് മലയാണ് ഉത്ഭവസ്ഥാനം. തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 35 മാമം പുഴ. 27 കിലോമീറ്ററാണ് മാമം പുഴയുടെ നീളം. പന്നലക്കോട്ട് കുന്നിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു. 36ാമത്തേത് തലശ്ശേരി പുഴ. 28 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. കണ്ണോത്ത് വനം ആണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 37 ചിറ്റാരിപ്പുഴ. 25 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചെട്ടിയാച്ചൻ കുന്നിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 38ാമത്തേത് കല്ലായിപ്പുഴ. 22 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ചേരിക്കളത്തൂറാണ് ഉത്ഭവസ്ഥാനം. കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നു. 39 രാമപുരം പുഴ. 19 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇരിങ്ങൽകുത്താണ് ഉത്ഭവസ്ഥാനം. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. 40ാമത്തേത് അയിരൂർ പുഴയാണ്. 17 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഉത്ഭവസ്ഥാനം നവായി ആണ്. തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. 41ാമത്തേത് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ബാലപ്പണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു. 42 കബനി നദി. 234 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. തൊങ്ങാർ മൂഴിയാണ് ഉത്ഭവസ്ഥാനം. വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു. 43ാമത്തേത് ഭവാനിപ്പുഴ. 215 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ശിശുവാണിയാണ് ഉത്ഭവസ്ഥാനം. പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ് എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നു. 44ാമത്തേത് പാമ്പാർ നദിയാണ്. 31 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ബെന്മൂറാണ് ഉത്ഭവസ്ഥാനം. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.